സുഹൃത്തുക്കളെ, 2026 SIR ഇപ്പോൾ നടപ്പിലാക്കുന്നത് വോട്ടർ പട്ടിക പരിഷ്കാരം, ശുദ്ധീകരണം എന്നാണ് പറയുന്നത്. എന്നാൽ അതാണോ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ അല്ല എന്ന് സംശയിക്കപ്പെടേണ്ട സാഹചര്യമാണുള്ളത്. അതിന് 2-3 കാരണങ്ങളാണുള്ളത്. കുറെ പേരെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ആസൂത്രിതമായി എടുക്കുന്ന ചില നാടകമാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്നതിന്റെ പ്രധാന കാരണം, ആദ്യത്തെ കാരണം ഈ എന്യൂമറേഷൻ ഫോം തന്നെയാണ്. ഈ എന്യൂമറേഷൻ ഫോമിലെ 2ാമത്തെ കോളത്തിലെ വലതുവശത്തെ ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതായത് 2002 ലിസ്റ്റിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ പേരുള്ള മറ്റവരുടെ ബന്ധുവിന്റെ പേര് അവിടെ എഴുതാനും, ആ ബന്ധുവിന്റെ പേര് എഴുതാനും, അവർ തമ്മിലുള്ള ബന്ധം എഴുതാനും, ഇവർ തമ്മിലുള്ള ബന്ധം എഴുതാനും ഒക്കെയാണ് അവിടെ ഉള്ളത്. ഇങ്ങനെയൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അത് തന്നെ വളരെ വലിയ കോംപ്ലിക്കേഷനാണ്. നമ്മൾ ആ ബന്ധുവിന്റെ പേര് എഴുതുന്നത് തന്നെ ഈ വോട്ടർക്ക് ആ ബന്ധുവുമായിട്ടുള്ള ഒരു റിലേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അവരുടെ ബന്ധുവിന്റെ പേരൊന്നും അവിടെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പണ്ട് നമ്മുടെ കേരളത്തിൽ ഒരു റേഷൻ കാർഡിന്റെ ഒരു പരിഷ്കാരം ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ വീട്ടിലെ മുതിർന്ന സ്ത്രീയുടെ പേരിലേക്ക് റേഷൻ കാർഡ് മാറി, ഗൃഹനാഥയായി മാറി. അതിനൊരു വലിയ അമകണ്ഠൻ ഒരു ബന്ധ ഫോം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതിൽ ആ വീട്ടിൽ താമസിക്കുന്ന പക്ഷേ ഭർത്താവിന്റെ സഹോദരി അവിടെ താമസിക്കുന്നുണ്ടെന്ന് കരുതുക. അപ്പൊ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവും ചിലപ്പോൾ അവിടെ ഉണ്ടെന്ന് കരുതുക. ആ വീട്ടിൽ റേഷൻ കാർഡിൽ ഉണ്ടാവും. അപ്പൊ ബന്ധം എങ്ങനെയായിരുന്നു? ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ്, അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. തൊട്ടടുത്ത കോളം എന്തായിരുന്നു എന്നറിയോ? ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യ എന്ന് പറയുന്നത് പോലെയാണ്. ആ 2ാമത്തെ കോളത്തിൽ പിന്നെ അവരുടെ ബന്ധുവിന്റെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ബന്ധു അതാണ്, അവരും ഇവരും തമ്മിലുള്ള ബന്ധം ഏതാണ്, അവരുടെ ഡോക്യുമെന്റ് അവിടെ എടുത്ത് തീർന്നു. അനാവശ്യമായ ഒരു ബന്ധം അവിടെ കൊണ്ടുവച്ച് മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കണം. സത്യത്തിൽ എന്യൂമറേഷൻ ഫോം തന്നെ ഒരു അബദ്ധമാണ്. 2002 ലിസ്റ്റിൽ പേരുള്ളവർക്ക് വേണ്ടി മാത്രം എന്യൂമറേഷൻ ഫോം കൊണ്ടുവരിക. 2002 ലിസ്റ്റിൽ നിങ്ങൾക്ക് പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അന്നത്തെ വിവരങ്ങൾ മുകളിൽ എഴുതുക. അന്നത്തെ BLO തോന്നിയതുപോലെയാണ് എഴുതി പോയെന്ന് എല്ലാവർക്കും അറിയാം. പലരുടെ വീട്ടുപേര് മാറിയിട്ടുണ്ട്, പലരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മാറിയിട്ടുണ്ട്. കാര്യം അയലപക്കത്തിരുന്നു കൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയതാ. ഇന്നത്തെ പോലെ ഡിജിറ്റൽ സംവിധാനമൊന്നുമില്ല. ഈ BLO വരുമ്പോൾ ആർക്കും അറിയത്തുമില്ല, ആരാണ് വന്നതെന്നും അറിയില്ല. അവരെ അയലപക്കത്തിരുന്ന് എന്തൊക്കെയോ കേട്ട് പറഞ്ഞു മനസ്സിലേക്ക് പോയി. അതുപോലെ വീട്ടുപേരും മാറി, തന്തേന്റെ പേരും തള്ളേന്റെ പേരും ഒക്കെ മാറി, തോന്നിയതുപോലെ പോയി. അതൊക്കെ അന്ന് സംഭവിച്ചു. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ വിവരം ആദ്യത്തെ കോളത്തിൽ എഴുതുക. ഇനി അത് തിരുത്താനുണ്ടെങ്കിൽ ശരിയായ വിവരം താഴെ എഴുതുക. താഴെ എഴുതി കഴിഞ്ഞിട്ട് ആ താഴെ എഴുതുന്നതിന് എന്തെങ്കിലും നിങ്ങൾ രേഖകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ് പ്രൂഫോ പിതാവിന്റെ പേരോ മറ്റെന്തെങ്കിലും തിരുത്താനാണെന്നുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട രേഖ കൂടി അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ഈസിയായി പരിഹരിക്കാൻ കഴിയുമായിരുന്നു. എത്ര എളുപ്പത്തിൽ ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ ഫോം ഉണ്ടായിക്കൊണ്ട് വന്നത് തന്നെ ഒരു വിഭാഗത്തിന്റെ വോട്ട് അവിടെ സൂക്ഷ്മ പരിശോധനയിൽ, അങ്ങനെയാണല്ലോ പറയാം, സൂക്ഷ്മ പരിശോധനയിൽ മാച്ച് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 2002 പറ്റിയ തെറ്റുകൾ തിരുത്താനുള്ള സംവിധാനം ഈ ഫോമിൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടും കൂടെ മാച്ച് ചെയ്യില്ല എന്ന് പറയുന്നത്. എങ്ങനെയാലും മാച്ച് ചെയ്യില്ല. മാച്ച് ചെയ്യാതെ വരുമ്പോൾ കുറെ അധികം വോട്ടുകൾ നഷ്ടപ്പെടും, വോട്ടർമാർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. എന്നാൽ ഇതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നു. പക്ഷെ അത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനോ സർക്കാരോ ആരും ചെയ്തില്ല. കേരളത്തിലുള്ള കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ഇവിടുത്തെ PDP, SDP അടക്കമുള്ള മുഴുവൻ പാർട്ടികളും, അതുപോലെ വേറെ ആരൊക്കെയുണ്ട്, മുസ്ലിം ലീഗ്, അതുപോലെ വടക്കേ ഇന്ത്യയിലെ അന്ന് കണ്ടമാന പാർട്ടികൾ, ഇന്ത്യയിൽ എത്ര പാർട്ടികൾ, ആയിരക്കണക്കിന് പാർട്ടികളുണ്ട്. ഈ പാർട്ടികളിൽ ഈർക്കിലി പാർട്ടികളടക്കം ഒരു പാർട്ടി പോലും പറയാത്തൊരു കാര്യമാണ് ആധാർ വെക്കണം, ആധാറിൽ പോകണം നമുക്ക് വോട്ട് എന്നെന്തേ ആരും പറയാത്തത്? നമ്മുടെ ആധാറിൽ ആകെ ഒരു വിവരം കൂടി മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അതായത് നമ്മൾ വോട്ടർ ഐഡിയിലുള്ള ഒരു വിവരം, നമ്മൾ ഏത് വീട്ടിലാണ് താമസിക്കുന്നതെന്ന്, വീട്ടു നമ്പർ. ആ വീട്ടു നമ്പർ വാടക വീടായാലും അല്ലെങ്കിലും അതൊന്ന് രേഖപ്പെടുത്താനുള്ള, ഒരു അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ 2 മാസത്തിനുള്ളിൽ നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ വീട്ടു നമ്പർ കൂടി ചേർത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യണം, എഴുതി കൊടുക്കുക. അത് ശരിയാണോ എന്ന് വേണമെങ്കിൽ BLO ഒന്ന് വെരിഫൈ ചെയ്യട്ടെ, അയാൾ അവിടെ താമസിക്കുന്നുണ്ടോ. വാടക വീടായാലും ഏത് വീടായാലും അയാൾ അവിടെ താമസിക്കുന്നുണ്ടാവുമല്ലോ, അത് കാണുമ്പോൾ മനസ്സിലാക്കുമല്ലോ. അങ്ങനെ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോട്ടറാണെന്നുള്ളതല്ലേ. ബാക്കി വീട്ടുപേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു അപ്ഡേഷൻ അവിടെ നടത്തി കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ BLOമാർക്ക് അവരുടെ 1000-1500 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ബൂത്തിൽ. ആ ബൂത്തിലുള്ള അവരുടെ എല്ലാം ആധാർ അപ്ഡേഷൻ ശരിയാണെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ഡ്യൂട്ടി മാത്രം കൊടുത്തിരുന്നുവെങ്കിൽ എത്ര എളുപ്പത്തിൽ ഇത് പരിഹരിക്കാൻ പറ്റും, എത്ര എളുപ്പത്തിൽ. ഇവിടെ മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരം തന്നെ ആവശ്യമില്ല. കാരണം നമ്മൾ ഡിജിറ്റലായി കഴിഞ്ഞു. അത്തരത്തിലൊരു പരിഷ്കാരമേ ആവശ്യമില്ലാതെ വന്നേനെ ഇപ്പോ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരുന്നെങ്കിൽ. ഇപ്പോ 14, 15, 16 വയസ്സുള്ള ഒരാൾ 18 വയസ്സാകുമ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവും ഇയാൾ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ അയാളുടെ ആധാർ വിവരങ്ങൾ വെച്ച് നോക്കിയിട്ട് അയാൾ ഏത് വാർഡിലാണ് എന്ന് ഓട്ടോമാറ്റിക് ആ സിസ്റ്റം രേഖപ്പെടുത്തും. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുതൽ, അല്ലെങ്കിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ
കൃത്യമായി ആ ബൂത്തിൽ അയാളെ പേരുണ്ടാവും. അയാൾ അവിടെ ചെന്ന് വോട്ട് ചെയ്താൽ മതി. ഇനി പ്രവാസികളാണെങ്കിൽ അവർ നാട്ടിൽ വരുമ്പോൾ വരുന്ന സമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യട്ടെ, അക്ഷയയിൽ പോയി അപ്ഡേറ്റ് ചെയ്താൽ മതി. അടുത്ത തെരഞ്ഞെടുപ്പ് മുതൽ അവർക്കും വോട്ടുണ്ടാവും ഇവിടെ. അപ്പൊ എത്ര സിമ്പിൾ ആയിട്ട് പരിഹരിക്കാമായിരുന്നു. ഒരു വോട്ടർ ഐ കാർഡിന്റെ ആവശ്യമില്ല, യാതൊന്നിന്റെ ആവശ്യമില്ല. ഏതൊരു ബൂത്തിലും ചെല്ലുക, നേരെ ചെല്ലുക, തമ്പ് അവിടെ കൊണ്ടുവയ്ക്കുക. ഇനി കൈയില്ലാത്തവനാണെങ്കിൽ കണ്ണൊന്ന് കാണിച്ചു കൊടുക്കുക, അവൻ വോട്ട് ചെയ്യുക, പോരുക. ഒരൊറ്റ കള്ളവോട്ട് വരില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി ക്യൂ നിൽക്കണ്ട. എല്ലാവരും ആധാർ എടുക്കണം എന്നുള്ളൊരു നിർബന്ധം വെച്ച് കഴിഞ്ഞാൽ ആധാർ എടുക്കുമ്പോൾ തന്നെ അവന്റെ വീട്ടു നമ്പറും മറ്റു കാര്യങ്ങളെല്ലാം താമസം മാറുന്ന അനുസരിച്ച് വീട്ടു നമ്പർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്ഥലങ്ങൾ എന്തായാലും നമ്മൾ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുമല്ലോ. ആ അഡ്രസ് അപ്ഡേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ആധാർ അപ്ഡേഷൻ നടക്കുകയും അങ്ങനെ പുതിയ മണ്ഡലത്തിലേക്ക് താമസം മാറുമ്പോൾ അത് ഇന്ത്യയിൽ എവിടെയായാലും അങ്ങോട്ട് തനിയെ ഒരു പ്രക്രിയയ്ക്കും ആവശ്യമില്ലാതെ അങ്ങോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയും അവിടെ വോട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംവിധാനം ഈ ആധാറിലൂടെ നടപ്പിലാക്കിക്കൂടെ? ഇത്രയധികം തലപുകഞ്ഞ് ബന്ധങ്ങളും സ്വന്തങ്ങളും ഉണ്ടാക്കുന്നവർക്ക് എത്ര സിമ്പിളായി ഇത് പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്തേ അത് ചെയ്യാത്തത്? എന്തേ കേരളത്തിലെ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ ആരും തന്നെ ഒരാൾ പോലും ഇവിടുത്തെ ഇടതും വലതും മധ്യത്തിൽ നിൽക്കുന്നതായിട്ടുള്ള മുഴുവൻ ആൾക്കാരുണ്ടല്ലോ, വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ എടുത്തുകൊണ്ട് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. കുറെ പവർ പോയിന്റ് പ്രസന്റേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, ഇല്ലേ? അവര് കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശരി എന്ന് നമുക്കങ്ങ് ആധാറാക്കി കളയാം എന്നെന്താ തീരുമാനിക്കാത്തത്? എന്താ ഇവിടുത്തെ CPM ചോദിക്കാത്തത്? എന്താ ഇവിടുത്തെ മുസ്ലിം ലീഗ് ചോദിക്കാത്തത്? അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുകയാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഇവരുടെ ഈ പ്രകടനങ്ങൾ മുഴുവൻ വെറും പ്രകടനങ്ങളാണ്, വെറും നാടകങ്ങളാണ്. അവർക്ക് ആശങ്ക ഉണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്. ആശങ്ക ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ BLOമാര് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് മുഴുവൻ ആൾക്കാരെയും വോട്ട് ഉറപ്പിച്ചേനെ. അതായത് ഇവിടെയുള്ള 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആൾക്കാരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം എന്നവർ തീരുമാനിച്ചേനെ, ഇറങ്ങിയേനെ രണ്ടും കൽപ്പിച്ച്. അതല്ലെങ്കിൽ ആധാർ തന്നെ നമുക്ക് മാനദണ്ഡമാക്കാം എന്ന് പറഞ്ഞേനെ. 1-2 മാസം കൊണ്ട് നടപ്പിലാക്കാവുന്ന ഒരു സംവിധാനമായിരുന്നു ഇത്. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ഓട്ടോമാറ്റിക് ഒരു സംവിധാനം ഇവിടെ നിലവിൽ വന്നേനെ. ഓരോ 18 വയസ്സ് കഴിയുമ്പോഴും തനിയെ തന്നെ അവരെവിടെയാണ് താമസിക്കുന്നത് ആ ആധാർ നമ്പർ അനുസരിച്ച് ആ മണ്ഡലത്തിലെ വോട്ടറായി അവൻ മാറിയേനെ. പിന്നെ ഒരു വോട്ടിന്റെ ഒരു കാര്യം, അത്തരത്തിലൊരു കാര്യമേ വേണ്ട. ഒറ്റ ക്ലിക്കിൽ ഒരു ബൂത്തിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ എത്ര പേരുണ്ട്, അങ്ങനെ ജനസംഖ്യാ കണക്കെടുപ്പ് പോലും എന്തെല്ലാം എളുപ്പമാക്കുന്ന ഒരു വലിയൊരു സംവിധാനം ഇവിടെ വന്നേനെ. അത്തരത്തിലൊരു സംവിധാനം വരാൻ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെടാത്തത് എന്നാണ് ചോദിക്കാനുള്ളത്. ജനമതാണ് ചോദിക്കുന്നത്. ജനമതിന് തയ്യാറാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളാണ് അത് സമ്മതിക്കാത്തത്. അവരാണത് ആവശ്യപ്പെടാത്തത്. അവരാണല്ലോ ആവശ്യപ്പെടേണ്ടത്. കാരണം അവർക്കാണ് വോട്ട് വേണ്ടത്. ഇവിടെ സാധാരണക്കാര ജനങ്ങൾ തന്റെ പൗരത്വം പോകുമോ, തന്റെ വോട്ട് പോകുമോ, വോട്ട് പോയാലും വേണ്ടില്ല, വോട്ട് പോയാൽ പൗരത്വം പോകുമോ എന്നുള്ളതാണ് പേടി. അത്തരത്തിൽ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ അവരുടെ ആശങ്കകൾ എന്നേക്കും അകറ്റാനുള്ള മാർഗം ഇന്ന് ഇന്ത്യയിൽ ഉണ്ട് എന്നിരിക്കെ 2000-ലൊന്നും നമുക്കിതില്ല. 2002-ലൊന്നും ഇന്റർനെറ്റ് ഇല്ല, ഇത്തരത്തിലുള്ള സംവിധാനമോ ആപ്ലിക്കേഷനോ വെബ്സൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കടലാസിൽ എഴുതി വെച്ചത് കൊണ്ട് അത്തരത്തിൽ കണക്കെടുപ്പുകൾ ആവശ്യമായിരുന്നു. പക്ഷെ ഇന്ന് ആവശ്യമില്ല. ഇന്ന് ഇത്തരത്തിലൊരു സംവിധാനം, പകരം സംവിധാനം ഇവിടെ ഉണ്ട്. അത് വളരെ കുറ്റമറ്റതായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ എത്ര ജോലിയാണ്, എത്ര സമയമാണ് നമുക്ക് ലാഭിക്കാൻ കഴിയുക? എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉണരണം എന്നാണ്, ആവശ്യപ്പെടണം. നിങ്ങളെ കള്ളവോട്ടുകളും അല്ലെങ്കിൽ അതുപോലെ മറ്റു വോട്ടുകളും തൽക്കാലം വേണ്ടാന്ന് വെക്കണം. അതൊക്കെ എല്ലാവർക്കും ആവശ്യമാണ്. തോന്നിയതുപോലെ തോന്നിടത്ത് പോയി കണ്ട് വോട്ട് ചെയ്യിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. അതുകൊണ്ടാണ് ഈ ആധാർ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വരാത്തത് എന്നാണ് ജനം പറയുന്നത്. അങ്ങനെ തന്നെയാണ് ജനം പറയുന്നത്. എല്ലാവരും അങ്ങനെയാണ് വീഡിയോകളുടെ താഴെ കമന്റുകളിൽ പറയുന്നത്. അവർക്ക് താല്പര്യമില്ല. ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഒരേ നാണയത്തിന്റെ പല പുറങ്ങൾ തന്നെയാണ് എന്നാണ്. ആ വട്ടച്ചക്രം ഉണ്ടല്ലോ, ആ ഭാഗമെടുത്തവരെല്ലാം ഉണ്ടാകും. തോളോട് തോള് ചേർന്ന് അവരിങ്ങനെ നിൽക്കുകയാണ് ഇവിടെയുള്ള നാട്ടുകാരെ, ജനങ്ങളെ മുഴുവൻ, വോട്ടർമാരെ മുഴുവൻ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും നാടകമൊന്ന് നിർത്തിയിട്ട് എന്യൂമറേഷൻ ഫോമിലെ ഈ ഒരു പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എല്ലാവരെയും 18 വയസ്സുള്ള മുഴുവൻ ആൾക്കാരെയും വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്തു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി BLOമാരും ഒന്ന് ഒരുമിച്ച് ഇറങ്ങണം. Different angles. Don't forget to subscribe and support this channel.